ആരെങ്കിലും ജോലിക്ക് പോയില്ലെങ്കിൽ വീട് കഴിഞ്ഞു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആശാരിപ്പണിക്ക് പോയിട്ടുണ്ട്, നമ്മുടെ മെക്കാട് പണി എന്ന് പറയും, ഈ വാർക്കപ്പണി, അതിന് പോയിട്ടുണ്ട്, പെയിൻറ്റിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇത്ര ഉള്ളായിരുന്നു. കപ്പിയാരെ എന്ന് വിളിക്കുമ്പോൾ ഓ എന്താ അച്ചോ ചായ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ശരി അച്ചോ, ഇത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് 2 പീസ് ഡയലോഗ് എങ്കിലും ഉണ്ടാവണം. അത് കണ്ടിട്ട് സത്യനന്ദിക്കാട് സാർ വിളിക്കുന്നു, ജയരാജ് സാർ വിളിക്കുന്നു, അങ്ങനെ സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ വിളിക്കുന്നു. പിള്ളേർക്കൊക്കെ ഞങ്ങളെ കാർട്ടൂൺ കാണും പോലെയാണ്. നമുക്ക് ഈ ടോം ആൻഡ് ജെറിക്ക് മുന്നിൽ നിന്ന് നിൽക്കുമ്പോൾ അവർക്ക് തോന്നുന്ന വികാരമായിരുന്നു. ഞാൻ ഇടയ്ക്ക് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6ാം ക്ലാസ് 2 വർഷം സീരിയലായിരിക്കും സന്മനസ്സുള്ളവർക്ക് സമാധാനം അല്ലേ? ആ പാട്ട് ചേട്ടൻ ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ആ പാട്ട് എഴുതിയത് വരെ ചേട്ടനാണെന്ന് പറയുന്നത്. അതിന്റെ ടൈറ്റിൽ സോങ് പ്രണയമായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഒരു പ്രണയ സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സിനിമയിൽ ഇപ്പം എൻ്റെ പേര് വരുന്നത് സജി സബാന എന്നാണ്. അപ്പോൾ പകുതി കണ്ടിട്ടേ എനിക്കുള്ളൂ, പകുതി എൻ്റെ വൈഫിന് അവകാശപ്പെട്ടതാണ്. ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു കൗമുദി മൂവീസ്. ഇറ്റ്സ് മീ അർച്ചന താജ്. ഇന്ന് എനിക്കൊപ്പം വ്യസനസമേതം ബന്ധുമിത്രാദികളുടെ വിശേഷങ്ങളുമായി പ്രസന്നനായി തകർത്ത് നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുകയും ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്തൊരു ക്യാരക്ടറാണ് സജി സബാന. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പോൾ ചേട്ടനിപ്പം കാണുന്ന ഒട്ടുമിക്ക മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും തിരിച്ചറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു സിനിമയിൽ ചേട്ടൻ ഒരുപാട് ചെയ്തിട്ടില്ല തോന്നുന്നു അല്ലേ? സിനിമ യക്ഷിയും ഞാനും എന്നൊരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വിനയൻ സാറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഒരു വിനയൻ സാറിന് അടുത്ത സിനിമ രഘുവിൻ്റെ സ്വന്തം റസിയ, 2 സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ വർഷത്തിലാണ് വെള്ളരിപ്പട്ടണം ഒരു തെക്കൻ തെല്ല് കേസ്, അതിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ചേട്ടനെ എല്ലാവർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കാണ് കൂടുതൽ ഭയങ്കരമായിട്ട് പരിചയം. കാരണം പണ്ടത്തെ സീരിയലുകളിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് നിന്നിരുന്ന ഒരാളാണ് അല്ലേ? ഇപ്പോൾ വ്യസനസമേതം ബന്ധുമിത്രാദികളിൽ എത്തി നിൽക്കണം. ഒരു ക്രിയേറ്റീവ് ഡയറക്ടറാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് മൂവി സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ കൊറോണ സമയത്ത് ഒന്നും ചെയ്യാനില്ലാതിരുന്ന് നമ്മൾ പറയില്ലേ, നമുക്ക് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജ് ഷോ ഇല്ല, പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ചു. ഒരു ക്യാമറാമാൻ, 1-2 അഭിനയിക്കുന്ന ആളുകൾ ഒക്കെ വെച്ചിട്ട് ഒരു എഡിറ്റർ, ഇത്രയും പേര് കിട്ടിയിട്ട് ഞങ്ങൾ കുഞ്ഞു ഷോർട്ട് ഫിലിമുകൾ ചെയ്തു തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിപിൻ, എൻ്റെ നാട്ടുകാരനാണ്, അയലോക്കക്കാരനാണ്, പക്ഷേ വലിയ പരിചയമില്ല ഞങ്ങൾ തമ്മിൽ. അപ്പോൾ പുള്ളി ഞങ്ങളുടെ കൂടെ എത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള ബാക്കി 1-2 ആളുകളും ആ സമയത്ത് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ കൂടെ കൂടി. എന്നിട്ട് ഞങ്ങളുടെ ക്യാമറാമാൻ ആ സെറ്റിൽ ചെന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് പുള്ളി ശ്രമിക്കുന്നുണ്ട്, ഡയറക്ഷൻ താല്പര്യമാണെന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവിടെ ഡയറക്ഷൻ ടീമിലാണ് ആളില്ലാത്തത്. ഞാൻ പറഞ്ഞു നേരെ പോരുമെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്നു, ഞങ്ങളുടെ അടുത്ത ഷോർട്ട് ഫിലിമിൽ പുള്ളി വർക്ക് ചെയ്യുന്നു. ആ സമയത്ത് എന്നോടൊരു കഥ പറഞ്ഞു, നമുക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ട്, ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ നമുക്ക് കൊള്ളാം, രസമുണ്ട്. ഞാൻ പറഞ്ഞതൊരു 3 കഥയുണ്ട്, നമ്മളതിൽ 1 മാത്രം മതി, 2 നമുക്ക് പിന്നീട് ചെയ്യാം, 3 സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമൊക്കെ ഞാനാണ് മുമ്പ് ഡയറക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എന്നോട് ഞാൻ നല്ല വിപിൻ്റെ ഉദ്ദേശം എന്താണ്, പഠിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ചെയ്ത് പഠിക്കാം, നമുക്ക് അല്ലാതെ പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് 5-ൻ്റെ സഞ്ചയനം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. ഇത് വേണം, മരണവീട് ബേസ് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കുടുംബത്തിൽ, അതായത് മരിച്ചതിന് ശേഷമുള്ള ബന്ധുക്കളുടെ ഇടപെടലാണ്. ബന്ധുക്കൾ മരിച്ച ശേഷമുള്ള ഒരു സംഭവമാണ് അത് കണ്ടിട്ട് സത്യനന്ദിക്കാട് സാർ വിളിക്കുന്നു, ജയരാജ് സാർ വിളിക്കുന്നു, അങ്ങനെ സിനിമാ മേഖലയിൽ നിന്ന് ഒരുപാട് ആളുകൾ വിളിക്കുന്നു. നമ്മുടെ ബാദുഷക്ക വിളിച്ചിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യിപ്പിക്കുന്നു. പിന്നെ CV സാരഥി, ഇവരൊക്കെ വിളിക്കുന്നു. ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടെന്ന് പറയുന്നു, ഡെവലപ്പ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെ നോക്കുമ്പോഴത്തേക്ക് അതിൽ സിനിമയ്ക്കുള്ളൊരു ചെറിയൊരു സംഭവമുള്ളൂ, അങ്ങനെ സിനിമ എന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇല്ല. അപ്പം മരണവീട് നല്ല പ്ലോട്ടാണ്, അപ്പം ആ ചെയ്തിരിക്കുന്ന രീതിയും കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മരണവീട് തന്നെ വെച്ചിട്ട് നമ്മളിതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ബോഡി അടക്കം വരെയുള്ള ഒരു കഥ വന്നു. പിന്നെ ഇതുപോലെ ഓരോ കഥാപാത്രങ്ങൾ അവിടെ നിന്ന് വന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ശരിക്കും ഈ കഥ നടക്കുന്നത് തോന്നയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഐക്കുട്ടിക്കോണം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഉള്ള സ്ഥലമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ കുറേ ആളുകൾ ഈ സിനിമയിൽ കഥാപാത്രങ്ങളവിടെ. കാര്യം നമുക്ക് ഒരു ക്യാരക്ടർ വേണം. അപ്പം നമ്മൾ ചിലരുടെ പേര് കടമെടുത്തിട്ടുണ്ട്, ചിലരുടെ ഏകദേശമൊക്കെ സ്വഭാവവും അല്ലെങ്കിൽ രീതികളൊക്കെ കടമെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സിനിമാ രൂപം വന്നപ്പോൾ അത് മാറിയിട്ടുണ്ട്, അവരോട് യാതൊരു ബന്ധവുമില്ല.
ശരിക്കും നമുക്ക് സിനിമ കാണുമ്പോഴത്തേക്ക് ഒരു മരണ വീട്ടിൽ ചെന്ന് നിൽക്കുന്ന ശരിക്കും ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള ഒരു മരണ വീട്, സാധാരണപ്പെട്ട ഒരു മരണ വീട്ടിൽ ചെന്ന് നിൽക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. ഈ സിനിമ കാണുന്ന പ്രേക്ഷകൻ ഒരു മരണ വീട്ടിൽ ചെന്ന് നിന്നാൽ എങ്ങനെയായിരിക്കണം, അവിടെ കാണുന്ന കാഴ്ചകൾ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ വീടിൻ്റെ ചുറ്റുപാടും പല പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മൊത്തത്തിലൊന്ന് കറങ്ങി നടന്നാൽ ഇങ്ങനെയൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും എന്ന രീതിയിൽ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടും ഓവറാവാതെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന രീതിക്കാണ് മൂവി മേക്ക് ചെയ്തേക്കുന്നതെന്ന് ഫീൽ ചെയ്തു. ക്രിയേറ്റീവ് ഡയറക്ടർ ആണല്ലോ ചേട്ടൻ. എത്രത്തോളം ചേട്ടൻ ഇതിന്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവിക്ക് പിന്നിൽ? ഞങ്ങളുടെ ഇപ്പം വിപിൻ ഒരു സീൻ ആലോചിക്കുമ്പോൾ ഒരു ക്യാരക്ടറെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ഡിസ്കസ് ചെയ്യും ഞങ്ങൾ. അപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രത്യേകത, ഞാൻ ഒരു നടനായതുകൊണ്ട് എനിക്ക് ആ ക്യാരക്ടറായിട്ട് നിന്ന് അത് പെർഫോം ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ രീതികൾ, അതിൻ്റെ മാക്സിമം സാധ്യത നോക്കിയിട്ട് ആ കഥാപാത്രം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ കഥാപാത്രം ചിലപ്പോൾ നമ്മൾ അതിൻ്റെ രീതി, സംസാരിക്കുന്ന രീതി ഇങ്ങനെയായിരിക്കാം ഏകദേശം. പിന്നെ ഞാൻ കൂടുതൽ നോക്കുന്നതാണ് ആ കഥാപാത്രത്തിൻ്റെ അഭിനയ സാധ്യത കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് അതൊന്ന് ഡെവലപ്പാവും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സീൻ, ഒരു കഥാപാത്രം വന്ന് നമ്മൾ സിനിമയിൽ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഒരു സീനിൽ വരുന്നൊരു ക്യാരക്ടറിന് പോലും അവരെന്താണ്, അവരുടെ ഒരു പാസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അവർ 1-2 സീനുകൾ വരെ ഞങ്ങൾ പ്ലാൻ ചെയ്യും. പണ്ട് അവരുടെ വീട്ടിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, അപ്പോൾ അങ്ങനെയുള്ള സീനൊക്കെ വർക്ക് ചെയ്ത് ചിലത് സ്ക്രിപ്റ്റാക്കി തന്നെ ചിലത് ചെയ്യും. അത് സിനിമയിലുണ്ടാവത്തില്ല, പക്ഷേ അതിനുശേഷം അവർ വന്ന് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് അവരെ എങ്ങനെ അത് പെർഫോം ചെയ്യിപ്പിക്കണം എന്നുള്ള സംഭവം അവരോട് പറഞ്ഞു കൊടുക്കും. എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അവർ പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടും. നമുക്കിത് പെട്ടെന്ന് വന്നൊരു കഥാപാത്രമായിട്ടല്ല, അവരെക്കുറിച്ച് ഈ സിനിമയിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ സിനിമയുടെ തുടക്കം മുതൽ അല്ലെങ്കിൽ ഷൂട്ട് നടക്കുന്ന സമയത്തും അവരോട് ക്യാരക്ടർ നരേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ വേണം എന്നൊരു സാധനം വ്യക്തമായിട്ട് ചിത്രം നമുക്കുണ്ടായിരുന്നു. ഇതിൽ ഓരോ കഥാപാത്രവും എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ചിത്രം നമുക്കുണ്ടായിരുന്നു. ചേട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സീരിയലായിരിക്കും സന്മനസ്സുള്ളവർക്ക് സമാധാനം, അല്ലേ? ആ പാട്ട് ചേട്ടൻ ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ആ പാട്ട് എഴുതിയത് വരെ ചേട്ടനാണെന്ന് പറയാം, അതിന്റെ ടൈറ്റിൽ സോങ്. അപ്പോൾ അതിന്റെ മെമ്മറീസ് ഒന്ന് പറയാമോ? സന്മനസ്സുള്ളവർക്ക് സമാധാനം. അത് ശരിക്കും ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഏഷ്യാനെറ്റിൽ പുള്ളി ഒരു ഷോർട്ട് ഫിലിം അവിടുത്തെ ഒരു കോമഡി പ്രോഗ്രാമിൽ അഭിനയിച്ചിട്ട് ഞാനിവിടെ കൂടെ പോവാണ് പുള്ളിയുടെ കൂടെ. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിൻ്റെ ഡയറക്ടർ ഒരു സീനുണ്ട്, ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. കോമഡി കസിൻസ് എന്നാണ് ആ ഷോയുടെ പേര് അന്ന്. അപ്പോൾ അതിൽ ചെറിയൊരു വേഷം ചെയ്യുന്നു. അപ്പം ഡയലോഗൊക്കെ പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡിൽ വരാമോ എന്ന് ചോദിക്കുന്നു, ചെല്ലുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒരു ഒരു വലിയൊരു കഥാപാത്രം കിട്ടുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നു ഞങ്ങളൊരു സീരിയൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനകത്തൊരു ക്യാരക്ടറുണ്ട് എന്ന് പറയും. ആ സമയത്ത് എന്നെ മുൻഷി എന്ന് വിളിക്കുന്നു, മുൻഷിയിലൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ കോമഡി കസിൻസിൽ കപ്പ്യാരെ പോലെ ഉള്ള ഒരു കപ്പ്യാരുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോഴാണ് എന്നെ മുൻഷിയിൽ വിളിക്കുന്നത്. കാര്യം ഞാനൊരു കാരിക്കേച്ചർ ഫിഗർ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ആ സമയത്ത് ഏഷ്യാനെറ്റ് പറയുന്നു സീരിയൽ വരുന്നുണ്ട്, സീരിയലിലൂടെ ചെയ്യും എന്ന് പറയുക എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു അത് പറ്റത്തില്ല, ഇതൊരു മാസ ശമ്പളമൊക്കെ ഉള്ള ഒരു ജോലിയാണ്, അപ്പോൾ എല്ലാ ദിവസവും വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം സീരിയൽ സിനിമ എന്നുള്ളതൊക്കെ ആണ് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു കുഴപ്പമില്ല. അനിൽ ബാനർജി അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, പോവുക, എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, നിങ്ങൾക്കിപ്പോൾ വരണമെന്ന് തോന്നിയാൽ ഇവിടെ വരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സീരിയലിൽ വരുന്നു. സീരിയലിൽ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഫില്ലറായിട്ടാണ് സീരിയൽ തുടങ്ങുന്നത്. 20 എപ്പിസോഡ് മാത്രമുള്ള ഒരു സീരിയൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒരു കഥ, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ 20 കഥ നമ്മുടെ കയ്യിലുണ്ട്. സജിൻ ലാൽ എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയുള്ള അദ്ദേഹമാണ് റൈറ്റർ. അപ്പം വരുന്നു, അത് എഴുതുന്നു. നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ കോംപ്ലക്സിനകത്ത് തന്നെ ഷൂട്ട് ചെയ്യുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു. ആ സീരിയൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ റേറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് മുകളിൽ വന്നു. അതും 10-10 ആയിരുന്നു. ആ സമയത്ത് പ്രൈം ടൈം ആയിട്ടില്ല. ആ സമയം ആ സീരിയൽ അങ്ങനെ ഭയങ്കരമായി കയറിയപ്പോഴത്തേക്ക് പിന്നെ കൂട്ടാൻ പറഞ്ഞു. പിന്നെ അത് 50ആയി, 100ആയി, 200ആയി, 410 എപ്പിസോഡോളം പോയി. അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളായിരുന്നു. അതിനകത്ത് ചെറിയൊരു കപ്പ്യാരാണ്. അപ്പം പള്ളിയിലച്ഛനായിട്ട് അഭിനയിക്കുന്നത് നാരായണൻകുട്ടി ചേട്ടൻ, കലാഭവൻ നാരായണൻകുട്ടി ചേട്ടൻ. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇത്രയേ ഉള്ളായിരുന്നു. കപ്പ്യാരെ എന്ന് വിളിക്കുമ്പോൾ എന്താ അച്ചോ ചായ കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ ശരി അച്ചോ, ഇത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് 2 പീസ് ഡയലോഗ് എങ്കിലും ഉണ്ടാവണം. പിന്നെ നമ്മൾ പേരെടുത്ത് വിളിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ആ സീരിയലിൽ ഈ 410 എപ്പിസോഡിൽ ഏകദേശം ഒരു 390 എപ്പിസോഡുകളിലും ഞാനുണ്ടായിരുന്നു. പിന്നെ ഒരു 50 എപ്പിസോഡോളം
അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും അതിൻ്റെ വൺലൈനിലൊക്കെ ഞങ്ങൾ കൂടെ ഇരിക്കാറുണ്ട്. ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പാട്ട് എഴുതുന്നത് ഞാനൊരു ഇതാണ് ഒരു മ്യൂസിക് ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ പാട്ട് എൻ്റെ കൂട്ടുകാരൻ പാട്ട് എഴുതുന്നു പറഞ്ഞു. ഞാൻ അങ്ങനത്തെ വലിയ പാട്ട് എഴുത്തുകാരനല്ല എന്ന് പറഞ്ഞു. നോക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് വരികൾ എഴുതുന്നു. അത് സഞ്ജീവ് ലാൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് അതിനെ പാട്ടാക്കുന്നത്. നമ്മൾ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാട്ടല്ല, പക്ഷെ അതിനെ പാട്ട് രൂപത്തിലാക്കി ശരിക്കും പറഞ്ഞാൽ എന്തൊരു വരട്ടെ ആ പാട്ട് കൂടെ ഉണ്ട്. അതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ആൾക്കാരെ ആകർഷിക്കുന്നതിൻ്റെ പിന്നിൽ ആ പാട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് സഞ്ജീവ് ലാൽ സാറിനാണ്. സുരാജേട്ടനും ആ സീരിയലിൽ അല്ല, അതിനു മുമ്പ് അദ്ദേഹം ജേക്കബോഗ എന്നൊക്കെ പറഞ്ഞിട്ട് സീരിയലിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 1-2 സീരിയലിൽ വേറെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് ഒരു സീരിയലിൽ ചെയ്യുന്നത് ഇതാണെന്ന് തോന്നുന്നു. അതും ഈ ട്രിവാൻഡ്രം സ്ലാങ്ങിൽ രാജമാണിക്യത്തിൻ്റെ ഒരു ചുവട് പിടിച്ചാണ് ആ സാധനം ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഇപ്പം ചേട്ടൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് മിനി സ്ക്രീനിൽ ഭയങ്കരമായിട്ട് ഹിറ്റായി നിൽക്കുന്നവർക്ക് പെട്ടെന്നാണ് ആ ഒരു സമയത്ത് മൂവിയിലേക്ക് പെട്ടെന്ന് ഓപ്പണിങ് കിട്ടാറുണ്ടായിരുന്നു. ചേട്ടൻ എങ്ങനെയായിരുന്നു? മൂവി ട്രൈ ചെയ്യാത്തതാണോ അതോ മിനി സ്ക്രീനിൽ തിരക്കായിട്ട് ചെയ്യാതിരുന്നതാണോ ആ സമയത്ത്? എങ്ങനെയായിരുന്നു? ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടില്ല, അറിയത്തില്ല, ഇതിൻ്റെ രീതികൾ അറിയത്തില്ല. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. സിനിമയിൽ നിന്നൊന്നും ആരും ആ സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം സീരിയൽ ഹിറ്റായതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ആരാധകരുടെയൊക്കെ എന്താണ് സ്നേഹവും പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ശല്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ പറഞ്ഞുകൂടെ, എങ്കിലും ഞാൻ പറയണം. ആ സമയത്തൊക്കെ നമ്മൾ ഈ കാർട്ടൂൺ ക്യാരക്ടറിനെ പോലെയാണ് ഞങ്ങളെ കണ്ടിരുന്നത്. ഞാൻ അതിൽ കുര്യാക്കോസ്, ദുർബലൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഞങ്ങളെ കാർട്ടൂൺ കാണും പോലെയാണ്. നമുക്ക് ഈ ടോം ആൻഡ് ജെറിക്ക് മുന്നിൽ നിന്ന് നിൽക്കുമ്പോൾ അവർക്ക് തോന്നുന്ന വികാരമായിരുന്നു. അപ്പോൾ അത് നമ്മളെന്താണ് അങ്ങനെ അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപക്ഷെ സിനിമയ്ക്ക് നമ്മളെ ആവശ്യമാണെങ്കിൽ സിനിമാക്കാരൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ, വിളിക്കുമെന്ന് വിചാരിച്ചു. അതൊരു മണ്ടത്തരമാണെന്ന് മനസ്സിലായി പിന്നീട്. പിന്നെ തോന്നിയ കാര്യം ഇതാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് കരുതി. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിൽ തന്നെ വേറൊരു സീരിയൽ ചെയ്യുന്ന സമയത്താണ് മല്ലിക ചേച്ചിയോടൊപ്പം വീണ്ടും ചില വീട്ടുവിശേഷങ്ങൾ സീരിയലുണ്ടായിരുന്നു. ആ സീരിയൽ ചെയ്യുന്ന സമയത്ത് വിനയൻ സാറിൻ്റെ സെറ്റിൽ നിന്ന് വിളിക്കുന്നു, യക്ഷീൻ ഞാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. മല്ലിക ചേച്ചിയായിട്ട് അങ്ങനെ ഒരു ബന്ധം എങ്ങനെയാ ചേച്ചീനെ ഈ മൂവിയിലേക്ക് കൊണ്ടുവന്നത്? എങ്ങനെയായിരുന്നു? അത് ശരിക്കും പറഞ്ഞാൽ വിപിൻ ദാസ് ബ്രോ പുള്ളിയുടെ ഒരു ഇതാണ്. നമുക്ക് പിന്നെ നമ്മളിതിനകത്ത് ശരിക്കും ഒരു അമ്മച്ചി, ഒരു പാവം അമ്മച്ചി എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരു ശരി. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ ഈ ഞങ്ങളുടെ പ്ലാനിൽ ഈ സിനിമയാക്കണം എന്ന് പറയുന്ന വലിയ ലക്ഷ്യം അല്ലെങ്കിൽ വലിയ താരങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറിയ താരങ്ങളൊക്കെ കിട്ടും ആര് എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു. കാര്യം കഥാപാത്രത്തെ കണ്ടിട്ടല്ല ഇതിനകത്തൊന്നും എഴുതിയിരിക്കുന്നത്. ഒരു നടനെയോ നടിയോ കണ്ടല്ല എഴുതിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഓരോരുത്തർക്കും വ്യക്തമായ രൂപവും ഭാവവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിപിൻദാസ് ബ്രോയാണ് പറയുന്നത് മല്ലികാമ്മ വരുന്നത്. അപ്പോൾ അത് വന്നപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതായ കാര്യം, ഒരു കേന്ദ്ര കഥാപാത്രം അതുപോലൊരു ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് നമ്മുടെ അമ്മുമ്മ കൊച്ചുമകൾ എന്ന് പറയുന്ന ആ ഒരു സംഭവമൊക്കെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സ്നേഹം കൂടെ, പ്രേക്ഷകർക്കുള്ള ആ സ്നേഹം കൂടി അതിന് ഉപകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം അനശ്വര, ഇപ്പം എല്ലാവരുടെയും കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ എല്ലാം എങ്ങനെയാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്താണോ എല്ലാം കാസ്റ്റിംഗ് ഒക്കെ തീരുമാനിക്കുന്നതൊക്കെ? ആണ്. അനശ്വരനെ കാസ്റ്റ് ചെയ്യാനുള്ളൊരു റീസൺ എന്തായിരുന്നു ചേട്ടൻ കണ്ടത്? ആ ഒരു ക്യാരക്ടർ വിശ്വസിച്ചേൽപ്പിക്കാൻ അനശ്വരയിൽ ചേട്ടൻ കണ്ടൊരു അല്ല, അനശ്വര ഞാൻ ആദ്യം കാണുന്നത് ഉദാഹരണം സുജാത. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഒരു പുതിയൊരാളാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ്. അത് എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, ഗംഭീര ഒരു ആർട്ടിസ്റ്റാണെന്ന് നമുക്ക് അന്ന് തോന്നി. കാര്യം പെർഫോമൻസിലും റിയാക്ഷനിലും കണ്ണുകളിലൊക്കെ അത് ഭയങ്കരമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അനശ്വര എന്നൊരു പേര് വന്നപ്പം എനിക്ക് ഓക്കെയാണ്. പിന്നെ നമുക്ക് കണ്ണൂർ സ്ലാങ് ആണ്, അതിനെ ഈ പറയുമ്പോൾ തിരുവനന്തപുരത്തെ പ്രാദേശികമായ തോന്നയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ ആ ഒരു സ്ലാങ്ങിലേക്ക് മാറ്റണം. അത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഒരു ഇത്. അല്ലാതെ പെർഫോമൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ കുറിച്ചോ അങ്ങനെ ഒരു കൺഫ്യൂഷനോ അങ്ങനെയൊന്നുമില്ലായിരുന്നു. ഓക്കെ ആയിരിക്കും, ഓക്കെ ആണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രിവാൻഡ്രം സ്ലാങ് മറ്റ് ആൾക്കാർ സംസാരിക്കുമ്പോൾ കറക്റ്റ് അതിലേക്ക് വരില്ല, ഒരു ഏച്ചുകെട്ടൽ ഫീൽ ചെയ്യാറുണ്ട്. അതില്ലാതെ എങ്ങനെ എല്ലാവരെയും കൊണ്ടും കറക്റ്റായിട്ട് സ്ലാങ് ചെയ്യിപ്പിച്ചത്? അത് ഒന്ന് നമ്മുടെ ഡയറക്ടർ വിപിൻ ഇത് എന്താണ് കഥ പറയുന്നത് പോലും എല്ലാം ആ ക്യാരക്ടറിൻ്റെ ആ സ്ലാങ്ങിൽ തന്നെയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ വിപിൻ ദാസ് ബ്രോ ഇത് ഇഷ്ടപ്പെട്ടത് പോലും പെട്ടെന്ന് ഉൾക്കൊണ്ടത് പോലും ആ സ്ലാങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ചില ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഞങ്ങൾ പ്രോംപ്റ്റിംഗ് ഉണ്ടായിരുന്നു. ചിലയിടത്ത് വിപിൻ തന്നെ പ്രോംപ്റ്റ് ചെയ്യേണ്ടി വന്നു. കാര്യം അങ്ങനെ പറഞ്ഞാൽ മാത്രമേ, ആ ട്യൂണിൽ വന്നാൽ മാത്രമേ
നമ്മുടെ ആ ഒരു എന്താണ് ആ കഥാപാത്രത്തിൻ്റെ ജീവൻ കിട്ടത്തുള്ളൂ. കിട്ടുള്ളൂ. അപ്പം അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവരെ കൊണ്ട് പിന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നു പന്തളത്തുനിന്ന്, അതായത് പത്തനംതിട്ട സിജുവിൻ്റെ ക്യാരക്ടർ സിജുവും അനശ്വരയും മാത്രമാണെന്ന് തോന്നുന്നു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അല്ലാതെ ഉള്ളത്. ബാക്കിയുള്ള എല്ലാ ആളുകളും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് കുറേ പുതിയ ആളുകളുണ്ടായിരുന്നു. അതിൽ ഏറെക്കുറെ ആളുകളും ഞങ്ങളുടെ തോന്നയ്ക്കലുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയായിരുന്നു. ഈ കൊറോണ സമയത്ത് ഞങ്ങളുടെ ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവർക്ക് പിന്നെ ടെൻഷനില്ല, ഞങ്ങളാണ് കൂടെ ഉള്ളത്. അപ്പോൾ പിന്നെ മാത്രമല്ല അവിടെ നിന്ന് അവർ വേണ്ടുന്ന ക്ലാസ് നമുക്ക് നേരത്തെ ചെയ്ത ഷോർട്ട് ഫിലിമുകളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതും കൂടി ഇതിന് സഹായകമായിട്ടുണ്ട്. പിന്നെ ഞാൻ ചേട്ടൻ്റെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ തപ്പി പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോസ്റ്റ് ഉണ്ട്. മഞ്ജു ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സല്ലാപത്തിലെ ഒരു ക്യാരക്ടറിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അത് മഞ്ജു വാര്യർ എന്നുള്ള ആളോടാണോ അതോ ആ കഥാപാത്രത്തിനോടായിരുന്നോ? ശരിക്കും ഞാൻ മഞ്ജു ചേച്ചിയെ കാണുന്നത് ആദ്യം കാണുന്നത് സാക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിരുന്നു. ഒരു കാറിൽ പാസ് ചെയ്ത് പോകുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ വന്നപ്പോൾ ആരോ പറഞ്ഞത് മഞ്ജു വാര്യരാണ്, കലാതിലകമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് സല്ലാപം എന്ന് പറഞ്ഞ സിനിമയിൽ ആ പേര് പറഞ്ഞപ്പോഴാണ് അയ്യോ അന്ന് ഇവിടെ വന്ന ആളാണല്ലോ എന്ന് തോന്നി. പിന്നെ ആ കഥാപാത്രം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് നമുക്ക് പെർഫോമൻസിൽ ആണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. ആ കഥാപാത്രം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഈ പറഞ്ഞ വെള്ളരിപ്പട്ടണം ചെയ്യുമ്പോഴത്തേക്ക് അതിലെ കഥാപാത്രം എന്ന് പറയുന്നത് മഞ്ജു വാര്യരുടെ പുറകെ നടക്കുന്ന പൂവാലൻ കാമുകനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നമ്മളെ സംബന്ധിച്ച് മഞ്ജു വാര്യരുടെ നായകനായിട്ടൊന്നും അഭിനയിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു സിനിമയിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അത് ഈ പറയുമ്പോൾ അങ്ങനെ അത് വലിയൊരു സന്തോഷം തോന്നി. അഭിനയിക്കുമ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് അത്രയും വലിയ എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റിൻ്റെ മുന്നിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ അതിനകത്ത് എന്നോട് എന്നെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുന്ന ഒരു ഷോട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കപ്പോഴ് ആ കണ്ണിൻ്റെ ആ തീക്ഷ്ണത എന്നൊക്കെ പറയുന്നത് ഒന്ന് നമ്മൾ എത്ര ബലം പിടിച്ചിരുന്നാലും ഒന്ന് ചൂളിപ്പോവും. അങ്ങനൊരു ഇതുണ്ട്. അതായത് ഭയങ്കര രസമായിരുന്നു. മാത്രമല്ല നമ്മൾ എന്താണ് സഹകരിക്കാൻ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ടെൻഷനായാലും ടെൻഷൻ കൂളായിട്ടിരുന്നിട്ട് എത്ര ടേക്ക് വേണമെങ്കിലും പോകാൻ പറ്റുന്ന തരത്തിലൊക്കെ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വെള്ളരിപ്പട്ടണം സിനിമ ചെയ്യുന്ന സമയത്ത്. പിന്നെ ആ ക്യാപ്ഷനിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു ആശാരി ആയിരുന്നത് കൊണ്ടായിരിക്കണം കുറെ കൂടെ കണക്ട് ആയത്. ഞങ്ങൾ ഫാമിലി ആശാരിമാരാണ്. അപ്പം അതുകൊണ്ട് ദിലീപേട്ടൻ ചെയ്ത ക്യാരക്ടർ അത് ആ സിനിമ കാണുമ്പോൾ നമ്മളാണെന്നൊക്കെ തോന്നി. ഇപ്പോൾ ഞാൻ ഈ ആശാരിപ്പണിക്ക് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് ആ സമയത്ത് ഈ പറഞ്ഞ രാധ എന്ന് പറയുന്ന കഥാപാത്രത്തോടൊക്കെ ചില പ്രണയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു ഇതായി എന്നുള്ളത്. അപ്പം ചേട്ടൻ്റെ ആ ഒരു പാത്തിൽ നിന്ന്, അതായത് കുടുംബപരമായിട്ട് ആശാരികളായിരുന്നു എന്ന് പറഞ്ഞു, അതിൽ നിന്ന് ചേട്ടന് കലാപരമായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? ഞാൻ അതിന് പോകാതെ അല്ല, ഞാൻ പോയിട്ടുണ്ട് അതിന്. ഞാൻ കുഞ്ഞിലെ വരയ്ക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മിമിക്രി എന്ന് പറയുന്നത് നമ്മുടെ നാദിർ ഷാ, അബി അവരുടെ ഒരു മിമിക്രി കാസറ്റ് ഞാൻ കണ്ടു. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ചേട്ടനും മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടു. ഇത് ഇങ്ങനെ അവർ ചെയ്യുന്നത് മിമിക്രി, അവരിങ്ങനെ ചെയ്യുന്നു, മമ്മൂട്ടിയെ ഇങ്ങനെ അനുകരിക്കുന്നു, മോഹൻലാലിനെ ഇങ്ങനെ അനുകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിൽ വെറുതെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് അത് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ചെയ്ത് നോക്കുന്നു. അന്ന് കുഞ്ഞു ശബ്ദത്തിൽ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6ാം ക്ലാസ് 2 വർഷം അത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടി സ്റ്റേജിലൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന ഒരു ധൈര്യം വന്നു. അങ്ങനെ മിമിക്രി ആയിട്ട് മുന്നോട്ടിറങ്ങി. അത് കുഴപ്പമില്ല, അതൊരു ജീവിതമാർഗമാകാം എന്ന് കരുതിയിട്ട് ട്രൂപ്പിൽ ഒത്തിരി ട്രൂപ്പുകളിലൊക്കെ മിമിക്രി ചെയ്തു. അവിടെ നിന്ന് സീരിയലിൽ വരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഞാൻ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന ഷോയുടെ ഗ്രൂമറായിരുന്നു. അപ്പോൾ അതിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അത് അവർക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ചേട്ടൻ ആക്റ്റീവായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം കുറേ നാൾക്ക് ശേഷം മൂവി വരുമ്പോൾ കുറേ നാളായി കണ്ടിട്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പോൾ ആൾക്കാർ കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? ആ സീരിയൽ കണ്ടൊരു മെമ്മറിയൊക്കെ കണക്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. ചേട്ടന് അങ്ങനെ പേഴ്സണൽ മെസ്സേജസോ കോൾസോ ഒക്കെ വന്നിരുന്നു? ഒരുപാട് പേര് വിളിച്ച് 2 കാര്യങ്ങളാണ്. ഒന്ന്, ചിലരൊക്കെ ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ഞാൻ ക്രിയേറ്റീവ് ഡയറക്ടറാണെന്ന് പറയുമ്പോൾ ശരി പിന്നിലായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ ബമ്പർ ചിരിയുടെയൊക്കെ പിന്നിലായതുകൊണ്ട് അവരും വിചാരിച്ചത്
പിന്നിലായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അപ്പോഴവർ വിചാരിച്ചു ഒന്നുകിൽ കോമഡി ആയിരിക്കും, ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് കോമഡി ആയിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സംഭവമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഈ കഥാപാത്രം കിട്ടുന്നത് വേറെ സംഭവമാണ്. ഇതിപ്പം നമ്മൾ എനിക്ക് വേണ്ടി ഉണ്ടായ ഒരു ക്യാരക്ടറല്ല. നമ്മളിത് എഴുതുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിലെ വേറെ മറ്റു പല കഥാപാത്രങ്ങളും നമ്മൾ എഴുതുന്ന സമയത്ത് ഇത് സജിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പല കഥാപാത്രങ്ങളും. പിന്നീട് നമ്മളതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ താരങ്ങൾ വന്ന് അവസാനം ഒരു ഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കിനകത്ത് ചെയ്യാൻ ക്യാരക്ടർ ഇല്ലാത്തൊരു സാഹചര്യം വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വിപിൻ ദാസ് ബ്രോയാണ് പറയുന്നത് നമുക്ക് കിട്ടാത്തൊരു ക്യാരക്ടറായിരുന്നു ഇതിനകത്ത്, ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ. നമ്മൾ കുറേ പേര് ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിന് കുറച്ച് രൂപം ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെയുള്ള ഒരാളായിരിക്കണം എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഒരിക്കലും എൻ്റെ രൂപമല്ല, പക്ഷേ ആൾ മെലിഞ്ഞിട്ടായിരിക്കണം, ഒരു ചെറിയൊരു കൂനുണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം വിപിൻ ദാസ് ബ്രോയാണ് പറയുന്നത് സജി തന്നെ ചെയ്തോ. അപ്പോൾ ഞങ്ങളൊരു സെക്കൻഡ് ഞാനോ ഞാൻ വിപിനെ നോക്കി, വിപിൻ എന്നെ നോക്കി. ഞാൻ പറഞ്ഞു വിപിൻ ഓക്കെയാണ്, വിപിൻ സജി ഓക്കെയാണ്. അപ്പോൾ ഞാൻ കുഴപ്പമില്ല. അപ്പോൾ വിപിൻ ദാസ് ബ്രോ പറഞ്ഞത് എനിക്കും ഓക്കെയാണ്. ഈ പറഞ്ഞ അഞ്ചിനും സഞ്ജയനും ഞാൻ കണ്ടു, അതിലെ ഒരു പോർഷനിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു സാധനം ചെയ്യുന്നുണ്ടത് വർക്കാണ്. പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥാപാത്രത്തെ വിശ്വസിച്ച് എന്നെ ഏൽപ്പിക്കുന്നത്. ചേട്ടൻ്റെ പേര് സജി സബാന എന്നാണ് ഞാൻ കണ്ടത്. ആരാണ് സബാന? വൈഫാണ്. അത് ഭയങ്കര ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോസ് കണ്ടപ്പോഴാണ് അത് വൈഫാണെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്കത് ഭയങ്കര ഒരു പ്രത്യേകതയുള്ള കാര്യമായിട്ട് തോന്നി. ആക്ച്വലി അങ്ങനെ പറയേണ്ട കാര്യമില്ലെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ ചേട്ടൻ എന്താണ് അങ്ങനെ വൈഫിന്റെ പേര് കൂടെ ചേർത്ത് വെച്ചത്? പ്രണയമായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പോൾ ഒരു പ്രണയ സമ്മാനം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജീവിതത്തിലെ ഉയർച്ചകളിലും താഴ്ചകളിലും ഒക്കെ ഇപ്പോൾ സിനിമയിൽ ഇപ്പം എൻ്റെ പേര് വരുന്നത് സജി സബാന എന്നാണ്. അപ്പോൾ പകുതി ക്രെഡിറ്റ് എനിക്കുള്ളൂ, പകുതി എൻ്റെ വൈഫിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലതിലും മോശം സമയത്ത് രണ്ടും അനുഭവിച്ചോട്ടെ എന്ന് എഴുതിയിട്ട് സജി സബാന അങ്ങനെ പേരിട്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിൽ ഒത്തിരി സജിമാരുണ്ട്. അപ്പം ആ പേരൊന്ന് തിരിച്ചറിയാനും പിന്നെ ഇതുപോലെ നിങ്ങൾ ചോദിക്കാനും എന്താണതെന്ന് ഒന്ന് ചോദിക്കണം, ഒന്നുകൂടെ ഒന്ന് ചോദിക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ പേരിൻ്റെ കൂടെ ചേർത്തതാണ്. വൈഫ് അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ സൂര്യ ജ്യോതിക പറയുന്ന പോലെ എൻ പുരുഷൻ എന്നെ ரொம்ப നല്ലതേ പാത്തിരിക്കുന്നു പറയുന്ന വൈഫാണോ? അത് വൈഫിനോട് ചോദിക്കണം. അത് ചേച്ചിയെ കിട്ടാനില്ല. അപ്പോൾ അത് ചേച്ചിയോടുള്ളൊരു ആ ഒരു പ്രണയത്തിന്റെ സൂചകമായിട്ടാണ് ചേട്ടൻ വെച്ചത്. അപ്പോൾ എത്രത്തോളം സപ്പോർട്ടീവ് ആണ് ചേച്ചി ഈ ഫീൽഡിൽ ചേട്ടനെ? അതാ ഞാൻ പറഞ്ഞത്, ഇടയ്ക്ക് നിങ്ങൾ ചോദിച്ചു ഞാൻ ആശാരിപ്പണിക്ക് പൊയ്ക്കൊണ്ടിരുന്നു, പിന്നെ അത് പോകണ്ട എന്ന് പറഞ്ഞത് വൈഫാണ്. അതായത് വേറെ മറ്റൊരു ജോലിക്കും പോകണ്ട, കലയിൽ തന്നെ നിന്നോളൂ, ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ആ ഒരു കാലഘട്ടത്തിൽ ചേട്ടൻ്റെ ഫാമിലി എങ്ങനെയാണ് ഇപ്പം മൂവി അല്ലെങ്കിൽ ഈ സീരിയൽ എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിനെ സപ്പോർട്ട് ചെയ്തത് എത്രത്തോളം ഉണ്ടായി? അല്ല, അന്ന് ഞങ്ങളെ ഒരു ഒരു ചെറിയ കുഞ്ഞു കുടുംബം. അപ്പം ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ജോലിക്ക് പോയില്ലെങ്കിൽ വീട് കഴിഞ്ഞു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും ഈ പറഞ്ഞതുപോലെ തന്നെ ആശാരിപ്പണിക്ക് പോയിട്ടുണ്ട്. നമ്മുടെ മെക്കാട് പണി എന്ന് പറയും, ഈ വാർക്കപ്പണി, അതിന് പോയിട്ടുണ്ട്. പെയിൻറ്റിങ്ങിന് പോയിട്ടുണ്ട്. ഈ മെക്കാട് പണിക്ക് പോയിട്ട് എൻ്റെ മേശിരി പറഞ്ഞ് മേലിൽ അവനെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. കാര്യം ഇതിൻ്റെ പകുതിയുള്ളൂ ഞാൻ. അപ്പോൾ അന്ന് ചെന്നിട്ട് വലിയ പാറ ചുമക്കുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ ചെയ്യുമ്പോൾ കണ്ട് കാണുന്നവർക്കൊക്കെ സങ്കടം തോന്നും. അങ്ങനെ പറഞ്ഞ് മേലിൽ അവനെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പെയിൻറ്റിങ് അത്യാവശ്യം വരയ്ക്കും എഴുതുകയൊക്കെ ചെയ്യും എന്നുള്ളത് കൊണ്ട് അതുമായി മുന്നോട്ട് പോയി. ഞാൻ എന്നിട്ട് ഒരു സീരിയലിൽ ഈ സന്മനസ്സിൽ വരുന്നതിന് മുമ്പ് ഒരു സീരിയലിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ച് പോയിട്ട് വേഷമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ജോലി തരാമെന്ന് ചോദിച്ചാൽ ആർട്ട് അസിസ്റ്റൻ്റായിട്ട് ആളില്ല, വേണമെങ്കിൽ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത ജോല എന്നൊരു സീരിയൽ ഉണ്ടായിരുന്നു. ജോലയായി അല്ല, ഒരേ സമയം 2 സീരിയലുണ്ട്. ജോലയായി ഉണ്ടായിരുന്നു, ജോല എന്ന് പറയുന്ന സീരിയൽ ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു 6 മാസത്തോളം ആർട്ട് അസിസ്റ്റൻ്റ് ആയിരുന്നു. ഉമേഷ് നന്മിണ്ട എന്ന് പറയുന്ന ഡയറക്ടറുടെ കൂടെ. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷാജി നടുവിൽ, അജി കുറ്റിയാണി എന്ന് പറയുന്നവരൊക്കെ ഇപ്പം സിനിമ സ്വതന്ത്രമായിട്ട് ആർട്ട് ഡയറക്ടർമാരാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് വന്നവർക്കുള്ള ഒരു കഴിവെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും എന്ന്. ചേട്ടൻ എന്താ തോന്നുന്നത്? ഇപ്പം ഓരോ സ്റ്റെപ്പും എക്സ്പീരിയൻസ് ചെയ്തിട്ടല്ലേ ചേട്ടൻ വന്നിട്ടുള്ളത്? അതൊന്നും ഈസി ആയിട്ട് ചേട്ടനൊന്നും കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനെ എങ്ങനെ ചേട്ടൻ നോക്കി കാണുന്നത് പേഴ്സണലി ഒരു ഗ്രോത്തിന്? അല്ല, എനിക്ക് പറഞ്ഞതുപോലെ അവസരങ്ങൾ ഇല്ലായിരുന്നു. ഞാൻ തന്നെ സ്വന്തമായിട്ട് തേടി പിടിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് നമ്മുടെ നാട് ശരിക്കും നമ്മുടെ ഈ കൊറോണ സമയത്ത് തുടങ്ങിയ സംഭവം നമ്മുടെ നാട്ടിലുള്ള കുറേ കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരിക, അവരെ കണ്ടെത്തുക,
അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്ന് പറയുന്ന സംഭവം, പിന്നെ അവർക്ക് ഇതുപോലെ അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ആ നമ്മുടെ ആ ഷോർട്ട് ഫിലിമിലൂടെയും ഇപ്പോൾ ഈ സിനിമയിലൂടെയൊക്കെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ പെട്ടെന്നായിരിക്കാം സിനിമയിലേക്ക് വന്നത്. എനിക്ക് ഒരുപക്ഷെ സിനിമയിലേക്ക് വരാൻ ഈ പറഞ്ഞ ഒരു 10-20 വർഷത്തെ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് കാലയളവ് വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി കഴിവുള്ളവരെ കണ്ടെത്തിയാൽ നമുക്ക് എന്തെങ്കിലും അവസരങ്ങൾക്കുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വളരുക, ഒപ്പം നമ്മുടെ കൂടെയുള്ളവരെയും കൂടി. ഈ പ്രസന്നൻ എന്ന് പറയുന്ന ക്യാരക്ടറെ ഇപ്പം ആദ്യമേ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഇമേജ് അല്ല, പിന്നീട് അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് പോയത്. അത് എനിക്ക് തോന്നുന്നു ചേട്ടന് അതിൻ്റെ ഒരു ഭയങ്കര ക്രെഡിറ്റ് ഉണ്ട്. ആ ഒരു എഴുതി വെച്ചിരിക്കുന്ന സംഭവം ചേട്ടൻ അത്രയും ഇതായിട്ട് ചെയ്താലാണല്ലോ നമുക്ക് അത്ര ഇതായിട്ട് കൺവേ ആകത്തുള്ളൂ. അപ്പോൾ ചേട്ടൻ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ആദ്യമേ ഒരു കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം കീപ്പ് ചെയ്ത് പോകുന്നു, പിന്നീടാണ് ഇത്ര ചേഞ്ച് ആകും എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു ആ ഒരു ക്യാരക്ടർ, അതിൻ്റെ ഒരു ഗ്രോത്ത്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും സിനിമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്തതല്ല. ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ എങ്ങനെയായിരിക്കും ഇടപെടുക എന്ന് പറയുന്ന സംഭവം. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞല്ലോ വിപിന് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു, ഞാൻ അഭിനയിച്ച ഷോട്ടുകളൊന്നും ഞാൻ മോണിറ്റർ പോയി നോക്കിയിട്ടില്ല. ഞാനൊരു വിപിൻ ഓക്കെ ആണോ അത് വിപിൻ ഓക്കെ ആണോ എന്ന് പറഞ്ഞാൽ ഓക്കെ, എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പോയാലോ, രണ്ടുപേരും കൺഫ്യൂഷൻ വരും, അത് അല്പം ഇതായി പോയോ നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് പോയാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കുന്നേ ഉള്ളൂ. ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്ത സമയത്തൊക്കെ ഞാൻ എനിക്ക് ഓക്കെ അല്ല എന്ന് പറഞ്ഞാൽ ഒരു 5 വട്ടമൊക്കെ ഓരോട്ടയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വിപിനാ പറഞ്ഞു, ഞാൻ പറഞ്ഞു നിന്നെ ഏൽപ്പിക്കുകയാണ്, ഞാൻ പോയി നോക്കത്തില്ല, ഞാൻ മോണിറ്റർ നോക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് വിപിൻ തന്നെ നോക്കുക, നന്നായാൽ അതിൻ്റെ ക്രെഡിറ്റ് വിപിന്, മോശമായാൽ അതിൻ്റെ ക്രെഡിറ്റും വിപിന് എന്ന് പറഞ്ഞു. അപ്പോൾ നന്നായി ആ ക്രെഡിറ്റ് മൊത്തം വിപിനുള്ളതാണ്. ഓക്കെ ചേട്ടാ, അപ്പം നമുക്ക് കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു, കുറേ വിശേഷങ്ങൾ ചേട്ടൻ്റെ അറിഞ്ഞു. എനിക്ക് തോന്നുന്നു എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ആർട്ടിസ്റ്റ്, നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ആളുകളെ അടുത്ത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ പണ്ട് ഭയങ്കരമായിട്ട് കണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ എന്തായാലും ചേട്ടാ സന്തോഷം. ഇനി എന്തായാലും ബിസിനസ് സമേതം മുന്നോട്ട് പോട്ടെ, ഒരുപാട് ഹിറ്റ് അടിക്കട്ടെ അല്ലേ? തീർച്ചയായും കാണാത്തവർ ഇനി ഉണ്ടെങ്കിൽ കാണുക. കാര്യം വ്യസന സമേതം അല്ല, അതെ, സന്തോഷ സമേതം പൊട്ടിച്ചിരിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാം. അതെ, ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്.